ബജറംഗ് ദൾ, ഹിന്ദു രക്ഷാദൾ എന്നിങ്ങനെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അവർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഐ പിറ്റി. ഹിന്ദുമതം ഒരു വെപ്പണായി ഉപയോഗിച്ച് കാലാകാലങ്ങളായി ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കാനും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക് തകർക്കാനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഇവരെ പോലുള്ള സംഘടനകൾ നമ്മുടെ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ആപത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ നടന്ന പല സംഭവങ്ങളും ഇവരുടെയൊക്കെ ഉള്ളിലെ വർഗീയതയുടെ തീവ്രത നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഏറ്റവും റീസെന്റ് ആയ ഇൻസ്റ്റൻസ് തന്നെ ഞാൻ പറയാം. ഉത്തരാഖണ്ഡിലെ ക്വാഡ്വാറിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. ബാക്കിൽ അഹമ്മദ് എന്ന വയോധികന്റെ ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്റർ എന്ന കടയുടെ പേരിൽ ബാബ എന്നുപയോഗിച്ചത് ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് ബജറംഗ് ദൾ പ്രവർത്തകർ അവിടെ എത്തി. പിന്നീട് നടന്നത് ഞാൻ പറയണ്ടല്ലോ, ആ മനുഷ്യനെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ വൃദ്ധനായ മനുഷ്യനെ സംരക്ഷിക്കാൻ ദീപക് കുമാർ എന്ന ജിം ട്രെയിനർ അവിടെ ഇടപെട്ടു. തന്റെ പേരും മതവും ചോദിച്ച പ്രതിഷേധകരോട് എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സാഹചര്യങ്ങൾ ഒരു ഇന്ത്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ദീപക്. He is not the kind of Indian the BJP wants. He is a true Indian. He understands that no God is honored by the blood of the innocent. നമ്മുടെ രാജ്യത്ത് ഇന്ന് പലരും മറന്നുപോകുന്ന ഈ രാജ്യത്തിന്റെ സെക്യുലർ വാല്യൂസ് അപ്പോൾ ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത് എന്നറിയണ്ടേ? നമ്പർ 1, ലോസ് ഓഫ് ലൈവ്ലിഹുഡ്. ഡെയിലി 150 മുകളിൽ ആളുകൾ വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ജിമ്മിൽ ഈ പ്രശ്നത്തിന് ശേഷം വരുന്നത് എത്ര പേരാണെന്നറിയോ? വെറും 12ഓ 15ഓ ആളുകൾ മാത്രം. നമ്പർ 2, ഒരു പോലീസ് എഫ്ഐആർ. ആ വൃദ്ധനെ ഹരാസ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാക്കിയവരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ദീപകിന്റെ പേരിൽ ചാർജസ് പ്രസ് ചെയ്യാൻ അവിടുത്തെ പോലീസുകാർ മറന്നിട്ടില്ല. നമ്പർ 3, ഹിസ് ഫാമിലി is severely affected by this incident and the protests which followed after. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും മാനസിക സമ്മർദ്ദം മൂലം തളർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വെറുതെ വിടാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. ദീപകിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് അവർ ഇപ്പോഴും. ദീപകിനെ കൊല്ലുന്നവർക്ക് 2 ലക്ഷം രൂപ റിവാർഡ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രമൊക്കെ ഉണ്ടാക്കാൻ ബന്ധപ്പെടുന്നവർ ഭരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ തെറ്റിനെ എതിർക്കുന്ന ഒരു മനുഷ്യന് ഇതല്ലാതെ എന്ത് കിട്ടാൻ? ഒറീസയിൽ ട്രൈബൽസിന്റെ ഇടയിലും കുഷ്ഠരോഗികൾക്കിടയിലും പ്രവർത്തിച്ച ഗ്രാഹാം സ്റ്റെയിൻസ് എന്ന മിഷണറിയെയും അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ അഗ്നിക്കിരയാക്കിയതും വാലന്റൈൻസ് ഡേക്ക് ഒന്ന് പ്രേമിച്ചു പോയി എന്ന തെറ്റിന് ഇവിടുത്തെ ആളുകളെ തല്ലിച്ചതയ്ക്കുന്നതും ഇവിടുത്തെ മൈനോറിറ്റീസിനെ ഹരാസ് ചെയ്യുന്നതും ഒക്കെ ഇത്തരം സംഘടനകളുടെ ചെയ്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത്തരം സംഘടനകൾ ഇന്ത്യക്ക് ആപത്താണ്, ഇവിടുത്തെ ജനങ്ങൾക്കും. ഇതൊക്കെ അങ്ങ് ഉത്തരാഖണ്ഡിലല്ലേ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് വിശ്വസിച്ച് ഇടതും വലതും ഒക്കെ മടുത്ത് ഒരു ചേഞ്ചിന് വേണ്ടി BJPക്ക് വോട്ട് കൊടുക്കുന്ന മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ, ഇത് ഉത്തരാഖണ്ഡിലല്ല, ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. ആൻഡ് ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെത്താനും അധികം സമയമൊന്നും വേണ്ട. ഇന്ന് ദീപക് ആണെങ്കിൽ നാളെ അത് ഞാനോ നിങ്ങളോ ആകാൻ അധികം സമയമൊന്നും വേണ്ട. സോ പ്രതികരിക്കൂ, ചിന്തിക്കൂ.